SSLC +2 പോലുള്ള പബ്ലിക് എക്സാമുകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പരീക്ഷ ഭംഗിയായിട്ട് പരമാവധി ഭംഗിയായിട്ട് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് കിട്ടുന്ന ആ കൂൾ ഓഫ് ടൈമിൽ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ആ കൂൾ ഓഫ് ടൈമിൽ ഒരിക്കലും നിങ്ങൾ ആൻസർ എഴുതാനുള്ള സമയമായിട്ട് ഉപയോഗിക്കരുത്. അത് എല്ലാ ക്വസ്റ്റ്യനും മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആ സമയത്താണ് നമുക്കൊരു ഐഡിയ കിട്ടുക. എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും പ്രയാസകരമായി തോന്നുന്നത് ഏതൊക്കെയാണ്, കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് വിലയിരുത്താൻ ആ കൂൾ ഓഫ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആദ്യം എഴുതുന്നത് ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എഴുതുക. അതിന് ക്വസ്റ്റ്യൻ നമ്പർ 1ാമത്തെ ചോദ്യം ഫസ്റ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നം വിചാരിക്കേണ്ട. 10ാമതാണ് അറിയുന്നതെങ്കിൽ 10 എന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുന്ന ക്വസ്റ്റ്യൻ്റെ നമ്പർ വളരെ കറക്റ്റായിട്ടിട്ട് ആ ഉത്തരം നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ഭംഗിയായിട്ട് എഴുതുക എന്നുള്ളതാണ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ പേന കൊണ്ടോ അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ തന്നെ കോമ, അതുപോലെ തന്നെ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന് ഒരു കീ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ ഇത് കാണുമ്പോൾ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആളുകൾ മൈൻഡിലേക്ക് പെട്ടെന്ന് ആൻസർ എത്താനുള്ള ഒരു ടെൻഡൻസി അതുവഴി ഉണ്ടാവും നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്നതോടുകൂടി. പിന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ഇങ്ങനെ എഴുതി പോവാം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഓപ്ഷനുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. ചിലപ്പം 6 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് 5 എഴുതിയാൽ മതി അല്ലെങ്കിൽ 4 എഴുതിയാൽ മതി എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അത് ഈ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനാണ് അങ്ങനെ ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾ ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നത് ആദ്യം എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ആ പറഞ്ഞ അത്ര എണ്ണം നിങ്ങൾക്ക് തെളിയിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാന പരീക്ഷയുടെ അവസാന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനോട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഒരു പക്ഷേ ഓപ്ഷനിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 6ന് മുഴുവൻ എഴുതിയാൽ നിങ്ങൾ വിചാരിക്കും ഇതിൽ 5 അല്ലേ സ്വീകരിക്കുള്ളൂ 4. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള സ്കോർ ചെയ്തിട്ടുള്ള ഒരു ആൻസറുകൾ അവർ സെലക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അവസാനത്തെ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യനെ വിട്ടുപോയിട്ടുണ്ടോ, എഴുതാൻ മറന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്പർ കറക്റ്റ് ആയിട്ടുണ്ടോ, നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ എത്ര ഉത്തരം എഴുതിയിട്ടും കാര്യമില്ല, രജിസ്റ്റർ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ രജിസ്റ്റർ നമ്പർ കറക്റ്റ് എഴുതിയിട്ടുണ്ടോ, അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും വെട്ടുതിരുത്തലുകൾക്ക് റെഡിയാക്കാനുണ്ടോ, നമ്പർ ഇടാൻ മറന്നു പോയിട്ടുണ്ടോ, നേരെ വരുന്ന രീതിയിൽ നല്ല തുന്നി കെട്ടിയിട്ടുണ്ടോ, അഡീഷണൽ നമ്പറിൻ്റെ ഷീറ്റിൻ്റെ നമ്പർ അവിടെ എഴുതിയിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവസാനത്തെ ഒരു 10 മിനിറ്റ് സമയം അതിന് ഉപയോഗിക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ ഏറ്റവും സ്മൂത്തായിട്ടുള്ള പേന ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷിക്കാൻ. 1-2 പേനകൾക്ക് എഴുതണം. ഒരു പേന മാത്രം കയ്യിൽ കരുതിയാൽ ഒരു പക്ഷേ നമുക്ക് എഴുതാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ 2 പേനകളൊക്കെ കരുതുക. അപ്പോൾ വളരെ കൂളായിട്ട് തന്നെ എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഒരു റിലാക്സ് പരീക്ഷ കൂൾ ഓഫ് ടൈമിൽ തന്നെ ഒന്ന് ശ്വാസം ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ആക്റ്റീവായിട്ട് നമ്മളെ മൈൻഡ് പ്രസൻറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ അതിനൊരു ചെറിയൊരു മൈൻഡ് എക്സസൈസോടുകൂടി എക്സാമിനെ വളരെ കോൺഫിഡൻസോടുകൂടി എഴുതാൻ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും.